അടുത്തിടെ കേരള സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയിൽ ചേരാൻ അർഹത ആർക്കൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട പൊതു മാനദണ്ഡങ്ങൾ സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതനുസരിച്ച് 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ പങ്കാളിയാകാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഈ പദ്ധതിയിൽ ഭാഗമാകുന്നവർ മറ്റ് പെൻഷൻ പദ്ധതികളിലൊന്നും അംഗമാകാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. അപേക്ഷകരുടെ പ്രായം 35-നും 60-നും ഇടയിലായിരിക്കണം എന്നും നിർബന്ധമുണ്ട്. 60 വയസ്സ് കഴിയുമ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താകും എന്നാണ് വിവരം. ഒപ്പം പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് റേഷൻ കാർഡ് മഞ്ഞയോ പിങ്കോ ആയിരിക്കണം എന്നുണ്ട്. പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാം എന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പദ്ധതിയുടെ ഭാഗമാകാം. 35 വയസ്സ് എന്ന പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് ആ വ്യക്തിക്ക് അർഹതയുണ്ടാകും. കേരളത്തിൽ സ്ഥിരതാമസമായ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. പദ്ധതിയുടെ ഭാഗമായാൽ ഓരോ മാസവും 1000 രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുന്നത്. വികലാംഗ പെൻഷൻ, വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിങ്ങനെ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ, സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ, EPF പെൻഷൻ തുടങ്ങിയവ ലഭിക്കുന്ന ആളുകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം നൽകില്ല. കേന്ദ്ര സർക്കാർ സർവീസ്, സംസ്ഥാന സർക്കാർ സർവീസ്, കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം നിയമനം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹതയില്ലാതാകും. കേരളത്തിൽ നിന്ന് താമസം മാറുകയോ മറ്റോ ചെയ്താലും ഇത് തന്നെ സംഭവിക്കും. അതുപോലെ അന്ത്യോദയ അന്നയോജന, മുൻഗണനാ റേഷൻ കാർഡുകൾ നീല, വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെട്ടാലും ഈ പദ്ധതിയിൽ നിന്നുള്ള ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും. ഈ പദ്ധതിയുടെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ തുടർന്ന് അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാകുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും തങ്ങൾ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നവരാണെന്ന് എഴുതിയ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകണം എന്നുമുണ്ട്. പദ്ധതിയുടെ ഭാഗമായ വ്യക്തി 1 മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്താൽ ഈ കാലയളവിലെ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. തുടർന്നുള്ളത് ലഭിക്കും. പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം. ഈ സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാം. ഈ പദ്ധതിയിൽ ഭാഗമാകാനായി ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്താൽ പണി കിട്ടുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ച് ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ലഭിച്ച തുക 18% പലിശ സഹിതം തിരികെ ഈടാക്കും എന്നാണ് സർക്കാർ തീരുമാനം. പദ്ധതിയിൽ ഭാഗമായവർക്ക് ആധാർ അടിസ്ഥാനമാക്കി വാർഷിക മസ്റ്ററിംഗും നടത്തും. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾക്ക് മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.